ക്യാൻസർ ഉണ്ടെന്നുള്ളൊരു സംശയം വന്നപ്പോൾ ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കിയായിരുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോഴാണ് ക്യാൻസറാണെന്ന് അറിഞ്ഞത്. പിന്നെയും ക്യാൻസറാണെന്ന് മനസ്സിലായി. പക്ഷേ പെറ്റ് സ്കാൻ ചെയ്താലേ ശരിക്കും മനസ്സിലാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ക്യാൻസർ ഇവരെ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന്, കൂടാതെ ക്യാൻസറിന്റെ ലക്ഷണങ്ങളെ പറ്റിയും പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് വന്നതെന്നും നമുക്ക് പേഷ്യന്റിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ, പേരെന്താണ്? നമസ്കാരം. എൻ്റെ പേര് ധനയ്യ എന്നാ മാഡം. എവിടെ നിന്നാ വരുന്നത്? ഇച്ചാക്കുളം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിപ്പോ ഹൈദരാബാദിലാണ് താമസിക്കുന്നത് മാഡം. ഓക്കെ. അതെ അതെ. എത്ര നാളായി ഹൈദരാബാദിൽ? ഹൈദരാബാദിൽ ഇപ്പോൾ ഒരു 15 വർഷമായിട്ടുണ്ട് മാഡം. നല്ല സ്ഥലമാണ്. ഇവിടെ ഒരു താൽക്കാലിക ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, എനിക്ക് ഈ പാൻ മസാല, പാൻ പരാഗ് എന്നിവ ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഓക്കെ. അതുകൊണ്ട് ഒരു ചെറിയ ചെറിയ ഇൻഫെക്ഷൻ പോലെ വന്നായിരുന്നു. അത് ഞാനൊരു സാധാരണ സംഭവം എന്ന് വിചാരിച്ചു. അത് ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് താൽക്കാലികമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറവുണ്ടായില്ല. കുറയാണ്ട് വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്തു. ഡോക്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്യാൻസർ ആണെന്നുള്ളൊരു സംശയമുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെക്കപ്പ് ചെയ്ത് നോക്കി, ക്യാൻസറാണെന്നറിഞ്ഞു. പിന്നെ സർജറി ചെയ്തു. സർജറിയും ചെയ്തു. അതിനുശേഷം പിന്നെ റേഡിയേഷനും ചെയ്തു. റേഡിയേഷന് ശേഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം കഴുത്തിലെന്തൊരു മുഴ പോലെ വന്നു. അങ്ങനെ പിന്നെയും ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെയും ക്യാൻസർ ആണെന്നാ തോന്നുന്നതെന്ന്. പെറ്റ് സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം എന്താന്ന് നോക്കാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്തിട്ടും ശരിയാവണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ഞാൻ പുനർജൻ ആശുപത്രിയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് ഫോൺ ചെയ്തു. അപ്പോൾ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ വളരെ നല്ലതുപോലെ തന്നെ പറഞ്ഞു തന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങളുടെ എല്ലാ റിസൾട്ടും എടുത്തിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. വന്നതിന് ശേഷം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നും വരില്ല, മരുന്ന് കൊണ്ട് തന്നെ ഭേദമാക്കാമെന്ന് പറഞ്ഞു. അത് ക്യാപ്സൂൾ ടൈപ്പിലുള്ള ഒരു മെഡിസിൻ ആണെന്ന് പറഞ്ഞു. റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഈ ക്യാൻസർ ഇതുവരെയും ഒരു കുഴപ്പമില്ല സാർ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ടെന്നും പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കുടുംബത്തിൽ പറഞ്ഞു. അവരുടെ കൂടെ വന്ന് കൺസൾട്ട് ചെയ്തു. എൻ്റെ കൂടെ അന്ന് 2-3 പേരുണ്ടായിരുന്നു. അവര് എനിക്കൊരു ധൈര്യത്തിന് വേണ്ടി എൻ്റെ കൂടെ വന്നതാ. പിന്നെ ഒരു നമ്പർ കൂടി എനിക്ക് തന്നു. 800 എന്ന് പറഞ്ഞൊരു കസ്റ്റമർ കെയർ നമ്പർ കൂടി തന്നായിരുന്നു. അത് ഞാൻ സേവ് ചെയ്തില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് നേരിട്ട് തന്നെ വരികയായിരുന്നു. ഇനി ഡോക്ടറെ കാണണം. സാറിന്റെ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഈ അസുഖമുണ്ടോ? ജനറ്റിക്? ഇല്ല, അങ്ങനെ എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇല്ല. ഇല്ല. സാറിന് മാത്രമാണല്ലേ പാൻ അതെ, പരാഗ് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിട്ടാണല്ലേ? വന്നത്. അതെ, അതുകൊണ്ട് തന്നെ. അതെ. ഓക്കെ സാർ. സാറിനിപ്പോ ഹോസ്പിറ്റലിനെ അതെ, പറ്റിയൊക്കെ മനസ്സിലായി. മനസ്സിലായില്ലേ? ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയല്ലേ സാർ? ഇവിടെയുള്ളവരെ അവരുടെ എക്സ്പ്ലെയിൻ റെസ്പോൺസ് ചെയ്തിട്ടുണ്ടാവല്ലേ? ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇവിടുത്തെ ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. വീഡിയോ കണ്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ടെൻഷനൊക്കെ പോയി കിട്ടും. ഓക്കെ സാർ. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്തോളൂ, മെഡിസിൻ ഒക്കെ കഴിച്ചോളൂ. നല്ല റിസൾട്ടോട് കൂടി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സാർ. താങ്ക് ഓക്കെ, യു. താങ്ക് യു. താങ്ക് യു.